അതിൻ്റെ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. സെൻറ്റർ ഓഫ് പ്രഷറും ഡിസ്റ്റൻസ് ഓഫ് ദ സെൻറ്റർ ഓഫ് പ്രഷർ ഫ്രം ഫ്രീ സർഫസും നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് നോക്കാം. അതിന് മുന്നേ ഓരോന്നിനും ഓരോ ഇക്വേഷൻസ് ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ ഗ്രൂപ്പിലിടാം കേട്ടോ. എ റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസ് ഇസ് 2 മീറ്റർ വൈഡ് ആൻഡ് 3 മീറ്റർ ഡീപ്പ്. അപ്പോൾ റെക്ടാങ്കുലർ ആയിട്ടുള്ളൊരു സർഫസ് ആണ്, അതിൻ്റെ 2 മീറ്റർ വൈഡ് ആൻഡ് 3 മീറ്റർ ഡീപ്പാണ്. ഇറ്റ് ലൈസ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ ഇൻ വാട്ടർ. വെർട്ടിക്കൽ പ്ലെയിൻ ആയിട്ട് വാട്ടറിലുണ്ട്. ഡിറ്റർമൈൻ ടോട്ടൽ പ്രഷർ, പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ. ടോട്ടൽ പ്രഷർ എത്രയാണെന്നും ആ പൊസിഷൻ ഓഫ് ദ ഫ്രീ സർഫസിൽ നിന്നും അതിൻ്റെ പൊസിഷൻ എത്രയാണെന്നും നമുക്ക് പറയണം. വെൻസ് അപ്പർ എഡ്ജസ് ഹൊറിസോണ്ടൽ ആൻഡ് കോയിൻസൈഡ്സ് വിത്ത് വാട്ടർ സർഫസ്. വാട്ടർ സർഫസ് ആയിട്ട് കോയിൻസൈഡ് ചെയ്തേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താ, ഈ ഫ്രീ സർഫസുമ്പോൾ തന്നെയാണ് ആ സർഫസ് ഇരിക്കുന്നത്. അതാണ് ഫസ്റ്റത്തെ. ബി ആണെങ്കിലോ 2.5 മീറ്റർ ബിലോ ദ ഫ്രീ വാട്ടർ സർഫസ്. ഫ്രീ വാട്ടർ സർഫസിന് 2.5 മീറ്റർ ബിലോ ആണെന്ന് രണ്ടാമത്തെ കേസ്. രണ്ട് കേസിലും ടോട്ടൽ പ്രഷറും അതുപോലെ പൊസിഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് പ്രഷറും കണ്ടുപിടിക്കണം. തന്നേക്കണ വാല്യൂസ് എഴുതാം. വിഡ്ത്ത് തന്നിട്ടുണ്ട് ബി 2 മീറ്റർ, ഡെപ്ത്ത് തന്നിട്ടുണ്ട് ഡി 3 മീറ്റർ. ഇനി നമ്മുടെ ഫിഗർ നമ്മൾ വരയ്ക്കിയതുപോലെ തന്നെ 2 മീറ്റർ 3 മീറ്റർ മാർക്ക് ചെയ്യുക. ജി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ, സെൻറ്റർ ഓഫ് പ്രഷർ. ഫ്രീ സർഫസിൽ നിന്നും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഹൈറ്റാണ് എച്ച് ബാർ. ഫ്രീ സർഫസിൽ നിന്നും സെൻറ്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഹൈറ്റാണ് എച്ച് സ്റ്റാർ. ഇനി ആദ്യത്തെ കേസ് അപ്പർ എഡ്ജ് കോയിൻസൈഡ്സ് ദ ഫ്രീ സർഫസ്. ഫ്രീ സർഫസ് ആയിട്ട് കോയിൻസൈഡ് ചെയ്തിരിക്കുന്ന കേസാണ്. എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, റോ ജി എ ഇൻറ്റു എച്ച് ബാർ. റോ എന്ന് വെച്ചാൽ വാട്ടറാണ്, അപ്പോൾ 1000. ജി എന്ന് വെച്ചാൽ 9.81. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻറ്റു 3 ആണ്. എച്ച് ബാർ എന്ന് വെച്ചാൽ എന്താ, എച്ച് ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3ൻ്റെ ഹാഫ് ആയിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ റെക്റ്റാങ്കുലറിൻ്റെ എപ്പോഴും എത്രയായിരിക്കും, d/2 ആയിരിക്കും. എച്ച് ബാർ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു 3 1.5 മീറ്റർ. അത് കൊണ്ടുപോയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമുക്ക് ടോട്ടൽ പ്രഷർ കിട്ടി. ഇനി എച്ച് ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, ഐ ജി ഡിവൈഡ് ബൈ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഈ ഐ ജിയുടെ ഇക്വേഷൻസ് ആണ് നമുക്ക് ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഐ ജി ഈസ് ഈക്വൽ ടു റെക്റ്റാങ്കുലറിൻ്റെ ബി ഡി ക്യൂബ് ബൈ 12 ആണ്. ഐ ജി ഈസ് ഈക്വൽ ടു ബി ഡി ക്യൂബ് ബൈ 12. അപ്പോൾ എന്താ, 2 ഇൻറ്റു 3 ക്യൂബ് ഡിവൈഡ് ബൈ 12 എന്ന് കിട്ടും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ് മെക്കാനിക്സിൽ ഓരോന്നിൻ്റെ. അതിന് എച്ച് സ്റ്റാർ അപ്പോൾ കണ്ടുപിടിക്കുക. ഐ ജി കണ്ടുപിടിക്കാം. ഐ ജി നമുക്ക് കണ്ടുപിടിച്ചു. ഡിവൈഡഡ് ബൈ ഏരിയ അറിയാം, 2 ഇൻറ്റു 3. എച്ച് ബാർ നമ്മൾ കണ്ടുപിടിച്ചു, പ്ലസ് എച്ച് ബാർ 3/2 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ എച്ച് സ്റ്റാറും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ടോട്ടൽ പ്രഷറും കണ്ടുപിടിച്ചു, ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഫ്രം ദ ഫ്രീ സർഫസും കണ്ടുപിടിച്ചു. ഇനി അടുത്ത കേസ് പറയുന്നത് അപ്പർ എഡ്ജസ് 2.5 മീറ്റർ. നമ്മൾ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിൻസൈഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ തന്നെയാണ് റെക്റ്റാങ്കിൾ വരച്ചത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 മീറ്റർ, ഫ്രീ സർഫസിൽ നിന്ന് 2.5 മീറ്റർ മാറിയാണ് അതിൻ്റെ എഡ്ജ് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇത് 2.5 മീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ജി വര, പി വര. അപ്പോൾ ഫ്രീ സർഫസിൽ നിന്നും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എച്ച് ബാറും ഫ്രീ സർഫസിൽ നിന്നും സെൻറ്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ് എച്ച് സ്റ്റാർ 2 മീറ്റർ 3 മീറ്റർ എല്ലാം മാർക്ക് ചെയ്തു. എഫ് ഇസ് ഈക്വൽ ടു റോ ജി എ ഇൻറ്റു എച്ച് ബാർ ആണ്. റോയും ജിയും എയും ഒക്കെ സെയിം ആയിരിക്കും, എച്ച് ബാർ മാത്രമേ വ്യത്യാസം വരുള്ളൂ. എച്ച് ബാർ എങ്ങനെയാണ് വരിക, എച്ച് ബാർ ഇത്രയുണ്ട്, അതായത് 2.5 പ്ലസ് 3/2 പ്ലസ് 2.5 ആണ്. അപ്പോൾ നമുക്ക് 4 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ എഫ് നമ്മൾ കണ്ടുപിടിച്ചു. എച്ച് സ്റ്റാർ എന്ന് വെച്ചാൽ ഐ ജി ഡിവൈഡ് ബൈ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഇവിടെയും എച്ച് ബാർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, ഐ ജി സെയിം ആണ് 4.5, വേറെ വ്യത്യാസം വരുന്നല്ലോ. ബി ഡി ക്യൂബ് ബൈ 12 അത് രണ്ടും സെയിം അല്ലേ, അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആകെപ്പാടെ എച്ച് ബാറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഇനി അടുത്തത് സെക്കൻഡ് പ്രോബ്ലം. ഇതിൽ ഡിറ്റർമൈൻ ദ ടോട്ടൽ പ്രഷറാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ച റെക്റ്റാങ്കുലർ ആണ്. അടുത്ത് സർക്കുലർ പ്ലേറ്റ് ഓഫ് ഡയമീറ്റർ 1.5 മീറ്റർ. ഡയമീറ്റർ 1.5 മീറ്റർ ആണ്. വിച്ച് ഈസ് പ്ലേസ്ഡ് വെർട്ടിക്കലി ഇൻ വാട്ടർ ഇൻ സച്ച് എ വേ ദാറ്റ് സെൻറ്റർ ഓഫ് ദ പ്ലേറ്റ് ഇസ് 3 മീറ്റർ ബിലോ ദ ഫ്രീ. സെൻറ്റർ ഓഫ് പ്ലേറ്റ് എവിടെയാണ്, ഫ്രീ സർഫസിൽ നിന്നും 3 മീറ്റർ താഴെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെൻറ്റർ ഓഫ് ദ പ്ലേറ്റ് ഈസ് 3 മീറ്റർ ബിലോ ദ ഫ്രീ സർഫസ്. ഫ്രീ സർഫസിൽ നിന്നും 3 മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ സെൻറ്റർ ഇരിക്കുന്നത് പ്ലേറ്റിൻ്റെ. പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഓൾസോ. അപ്പോൾ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കണം, സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കണം. അപ്പോൾ ഡയമീറ്റർ വന്നിട്ടുണ്ട് 1.5 മീറ്റർ. അപ്പോൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, π/4 d സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, π/4 1.5 സ്ക്വയർ. അപ്പോൾ എച്ച് ബാർ എന്ന് വെച്ചാൽ എന്താണ്, എച്ച് ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ സർഫസിൽ നിന്നും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കിളിൻ്റെ സെൻറ്ററിലായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ സർഫസിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് 3 മീറ്റർ ആണ്. അപ്പോൾ അത് തന്നെയായിരിക്കും എച്ച് ബാർ 3 മീറ്റർ. അപ്പോൾ എഫ് ഇസ് ഈക്വൽ റോ ജി എ ഇൻറ്റു എച്ച് ബാർ. എ കണ്ടുപിടിച്ചിട്ടുണ്ട്, റോ 1000, ജി 9.82. എച്ച് ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഐ ജി ഡിവൈഡ് ബൈ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. സർക്കിളിൻ്റെ ഐ ജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πd⁴ ഡിവൈഡ് ബൈ 64 ആണ്. റെക്റ്റാങ്കിളിൻ്റെ എന്താണ്, ബി ഡി ക്യൂബ് ബൈ 12 ആണ്. സർക്കിളിൻ്റെ πd⁴ ഡിവൈഡ് ബൈ 64. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എച്ച് സ്റ്റാർ കണ്ടുപിടിക്കുക. ഓക്കെ,
അടുത്ത പ്രോബ്ലം, എ റെക്ടാങ്കുലർ സ്ലൂയിസ് ഗേറ്റ് is situated on the vertical wall of a lock. The vertical side of the vertical sluice is d meter below 2 d meters in length and depth of centroid of the area is p meter below the water surface. Prove that the depth of pressure is equal to depth of pressure ഇതാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നേക്കുന്നത് ഡെപ്ത് ഓഫ് വെർട്ടിക്കൽ ഗേറ്റ് ഡെപ്ത് d മീറ്റർ തന്നിട്ടുണ്ട്, വിഡ്ത്ത് നമ്മൾ അസ്യൂം ചെയ്തു b മീറ്റർ എടുത്താം. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മളോട് തന്നിരിക്കുന്നത് p ആണ്. ഡെപ്ത് ഓഫ് സെൻട്രോയിഡ് ഓഫ് ദി ഏരിയ, സെൻട്രോയിഡ് എന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഫ്രീ സർഫസിന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് p എന്ന് തന്നേക്കുന്നത്. സെൻട്രോയിഡ് ഓഫ് ദി ഏരിയ എന്ന് പറയുന്നത് p മീറ്റർ, ഡെപ്ത് ഓഫ് ദി സെൻട്രോയിഡ് ഓഫ് ദി ഏരിയ p മീറ്റർ, അതായത് ഫ്രീ സർഫസിനും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് p ആണ്. സെൻറ്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ് h സ്റ്റാർ. അപ്പോൾ ഏരിയ എന്താ, d നമ്മൾ തന്നിട്ടുണ്ട്, b നമ്മൾ അസ്യൂം ചെയ്തപ്പോൾ ഏരിയ b ഇൻറ്റു d മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, h ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ p ആണ്. ഓക്കെ, എച്ച് ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ആണ്. എച്ച് സ്റ്റാറിൻ്റെ കാൽക്കുലേഷൻ IG ഡിവൈഡ് ബൈ AH ബാർ പ്ലസ് H ബാർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഡെപ്ത് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യണം, അതായത് എച്ച് സ്റ്റാർ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ഡെപ്ത് ഓഫ് പ്രഷർ, ഡെപ്ത് ഓഫ് സെൻട്രോയിഡ് എന്ന് വെച്ചാൽ ഫ്രീ സർഫസിൽ നിന്നും സെൻട്രൽ ഗ്രാവിറ്റിയിലേക്ക് ഡിസ്റ്റൻസ്, ഡെപ്ത് ഓഫ് പ്രഷർ എന്ന് വെച്ചാൽ ഫ്രീ സർഫസിൽ നിന്നും സെൻറ്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ എച്ച് സ്റ്റാറിൻ്റെ ഇക്വേഷൻ ഇരിക്കുന്നത് IG ഡിവൈഡ് ബൈ AH ബാർ പ്ലസ് H ബാർ ആണ്. റെക്റ്റാങ്കിളിൻ്റെ IG എന്ന് വെച്ച് കഴിഞ്ഞാൽ BD³/12 ആണ്. ഓക്കെ, അപ്പോൾ എച്ച് സ്റ്റാറിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. IG പകരം BD³ ഡിവൈഡ് ബൈ 12 ഹോൾ ഡിവൈഡഡ് ബൈ BD³ ഡിവൈഡ് ബൈ 12 ഹോൾ ഡിവൈഡഡ് ബൈ AH ബാർ. A എന്ന് വെച്ചാൽ B ഇൻറ്റു D, H ബാർ എന്ന് വെച്ചാൽ P പ്ലസ് P. മനസ്സിലായില്ലേ? എച്ച് സ്റ്റാർ എന്ന് വെച്ചാൽ IG ഡിവൈഡ് ബൈ AH ബാർ പ്ലസ് H ബാർ ആണ്. IG എന്ന് വെച്ചാൽ റെക്റ്റാങ്കിളിൻ്റെ BD³/12 ആണ്. അതുകൊണ്ട് എച്ച് സ്റ്റാറിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. IGക്ക് പകരം BD³/12 ഹോൾ ഡിവൈഡഡ് ബൈ Aക്ക് പകരം B ഇൻറ്റു D, H ബാറിന് പകരം P പ്ലസ് ഈ H ബാറിന് പിന്നെയും P. അപ്പോൾ നമുക്ക് ഇവിടെ ബിയും ക്യാൻസലായപ്പോൾ D³ ഒരു ഡിയും ക്യാൻസൽ ചെയ്യുമ്പോൾ D². അപ്പോൾ D² ഡിവൈഡ് ബൈ 12 ഉണ്ട്, ഇവിടെ ഒരു P ഉണ്ട്. അപ്പോൾ D² ഡിവൈഡ് ബൈ 12P പ്ലസ് P. അപ്പോൾ H സ്റ്റാർ ഇസ് ഈക്വൽ ടു P പ്ലസ് D²/12P. പ്രൂവ് ചെയ്തു. അടുത്തത് ഇതുപോലെ തന്നെ ട്രയാങ്കിളാണ്. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ പഠിച്ചു, സർക്കിൾ പഠിച്ചു, പിന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൂവ് ചെയ്യാനുള്ള പഠിച്ചു. ഇനി അടുത്തൊരു ട്രയാങ്കുലറിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഡിറ്റർമൈൻ ദ ടോട്ടൽ പ്രഷർ സെൻറ്റർ ഓഫ് പ്രഷർ ഓൺ ആൻ ഐസോസിലസ് ട്രയാങ്കുലർ പ്ലേറ്റ് ഓഫ് ബേസ് 4 മീറ്റർ. ബേസ് എത്രയാണ്? 4 മീറ്റർ. ഓൾട്ടിറ്റ്യൂഡ് 4 മീറ്റർ ആണ്. വെൻ ഇറ്റ് ഇസ് ഇമ്മേഴ്സ്ഡ് വെർട്ടിക്കലി ഇൻ ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഇവിടെ വാട്ടർ അല്ല, ഓയിലാണ്. ദ ബേസ് ഓഫ് ദ പ്ലേറ്റ് കോയിൻസൈഡ്. കണ്ടോ, ബേസ് എന്താണ്? കോയിൻസൈഡ് ചെയ്തേക്കാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഹൈ ടിപ്പാണെങ്കിൽ ഇങ്ങനെ തിരിച്ച് നമ്മൾ വരയ്ക്കേണ്ടി വന്നേനെ. ഇതിൻ്റെ ബേസ് ഫ്രീ സർഫസ് ആയിട്ട് കോയിൻസൈഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫിഗർ വരയ്ക്കേണ്ടത്. അപ്പോൾ ബേസ് നമുക്ക് വന്നിട്ടുണ്ട് 4 മീറ്റർ, ഓൾട്ടിറ്റ്യൂഡും ഹൈറ്റും 4 മീറ്റർ ആണ്. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഹാഫ് BH ആണ്. അപ്പോൾ ഹാഫ് BH എന്ന് പറയുമ്പോൾ 4/4 4 × 4 ഡിവൈഡ് ബൈ 2 8 മീറ്റർ സ്ക്വയർ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ 0.9 എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഡെൻസിറ്റി എന്തായിരിക്കും? 0.9 × 1000. ഇനി H ബാർ, ട്രയാങ്കിളിൻ്റെ H ബാർ എന്ന് വെച്ചാൽ 1/3H. ഇങ്ങനെയാണെങ്കിൽ 1/3H, നേരെ തിരിച്ചായിരിക്കണമെങ്കിൽ 2/3H. അതുണ്ട്, അതൊക്കെ നിങ്ങൾ പഠിച്ചേക്കുന്നതാണ്. അപ്പോൾ H ബാർ ഇസ് ഈക്വൽ ടു 1/3H ആണ്. 1/3 × H എന്ന് വെച്ച് കഴിഞ്ഞാൽ 4. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കുക. അപ്പോൾ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കുന്നത് ρg A × H ബാർ. റോ കണ്ടുപിടിക്കാനായിട്ട് 0.9 × 1000 × 9.81 × 8 × H ബാർ. H സ്റ്റാർ കണ്ടുപിടിക്കാൻ IG ഡിവൈഡ് ബൈ AH ബാർ പ്ലസ് H ബാർ. IG ട്രയാങ്കിളിൻ്റെ എങ്ങനെയാണ്? BH³/36. റെക്റ്റാങ്കിളിൻ്റെ BD³/12. സർക്കിളിൻ്റെ πd⁴ ഡിവൈഡഡ് ബൈ 64. πd⁴ ഡിവൈഡ് ബൈ 64. ട്രയാങ്കിളിൻ്റെ BH³ ഡിവൈഡ് ബൈ 36. അപ്പം B അറിയാം, H അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, IG കണ്ടുപിടിക്കുക. H സ്റ്റാർ ഇസ് ഈക്വൽ ടു IG ഡിവൈഡ് ബൈ AH ബാർ പ്ലസ് H ബാർ. ഏരിയ അറിയാം, H ബാർ എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒരു പ്രോബ്ലം കൊണ്ട് ഇതിൻ്റെ ഇനി അടുത്ത ട്രപ്പിസോഡലാണ്. A caisson for closing the entrance to a dry dock is of a trapezoidal form, 60 meter wide at the top. ടോപ്പിൽ 60 meter wide ആണ്, 10 meter wide at the bottom. ടോപ്പിൽ 60 meter വൈഡും ബോട്ടത്തിൽ 10 meter വൈഡ്. ട്രപ്പിസോയിഡല്ലേ, അപ്പോൾ മുകളിലും താഴെ 2 ഡയമെൻഷൻസ് ആയിരിക്കും. ആൻഡ് 6 meter ഡീപ്പ് 6 meter ആണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ പ്രഷർ സെൻറ്റർ ഓഫ് പ്രഷർ ഓൺ ദ കേസ് ആൻഡ് ദ വാട്ടർ ഓൺ ദ ഔട്ട് സൈഡ് ഇസ് ജസ്റ്റ് ലെവൽ വിത്ത് ദ ടോപ്പ്. കണ്ട, ജസ്റ്റ് ലെവൽ വിത്ത് ദ ടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് മുകളിൽ ഒട്ടിയിരിക്കുകയാണെന്നാണ് അർത്ഥം. അപ്പോൾ വിഡ്ത്ത് ദ ടോപ്പ് 60 meter, വിഡ്ത്ത് ദ ബോട്ടം 10 meter, ഡെപ്ത്ത് D എന്ന് പറയുന്നത് 6 meter. ഇനി ഈ ഓരോന്നിൻ്റെ വ്യത്യാസമുണ്ട്. റെക്റ്റാങ്കിളിൻ്റെയൊക്കെ ആണെങ്കിൽ D/2 ആണ്. അതുപോലെ തന്നെ സർക്കിളിൻ്റെ ആണെങ്കിലും ഡയമീറ്റർ ബൈ 2 ആണ്. ട്രയാങ്കിളിൻ്റെ 1/3H ആണ്. ഇനി ട്രപ്പിസോയിഡിൻ്റെ H ബാർ എന്ന് വെച്ചാൽ 2A + B ഡിവൈഡ് ബൈ A + B × H/3. ഇതാണ് H ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ 2 × A എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ വിഡ്ത്തും
ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ വിട്ടുമാണ്. എ എന്ന് വെച്ചാൽ താഴത്തെ വിട്ടും ബി എന്ന് പറഞ്ഞാൽ മുകളിലത്തെ വിട്ടും. അപ്പോൾ 2 × 10 + 16 / 10 + 16 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെപ്ത്ത് 6/3. സബ്സ്റ്റിറ്റ്യൂട്ട് എച്ച് ബാർ കണ്ടുപിടിക്കുക. അപ്പോൾ എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റോ ജി എ ഇൻറ്റു എച്ച് ബാർ ആണ്. ഇനി ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഈ താഴത്തെ പോർഷൻ ആ താഴത്തെ വിട്ത്ത് പ്ലസ് ഈ ഒരു തിക്നെസ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 6. അങ്ങനെയല്ല, താഴത്തെ പോർഷൻ പ്ലസ് മുകളിലത്തെ വിട്ത്ത്, താഴത്തെ വിട്ത്ത് പ്ലസ് മുകളിലത്തെ വിട്ത്ത് ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഡെപ്ത്ത്. മുകളിലത്തെ വിട്ത്ത് പ്ലസ് താഴത്തെ വിട്ത്ത് ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഡെപ്ത്ത്. അപ്പോൾ 10 + 16 / 2 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 78 m². അപ്പോൾ വാട്ടറാണ് 1000 ഇൻറ്റു 9.81 ഇൻറ്റു ഏരിയ ഇൻറ്റു എച്ച് ബാർ. ഇത് എഫ് കിട്ടി. ഇനി എച്ച് സ്റ്റാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഐ ജി ഡിവൈഡ് ബൈ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഐ ജി കണ്ടുപിടിക്കാനുള്ള ട്രപ്പിസോയിഡിൻ്റെ ഇക്വേഷനാണത്, നിങ്ങൾ കാണാതെ പഠിക്കാം. A² + 4AB + B² ഡിവൈഡ് ബൈ 36 ഇൻറ്റു A + B ഇൻറ്റു h³. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ വിട്ത്താണ്, ബി എന്ന് വെച്ചാൽ മുകളിലത്തെ വിട്ത്താണ്, എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്ത്ത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത്. ഓരോന്നിൻ്റെ എച്ച് ബാർ, അതിന് ഓരോന്നിൻ്റെയും ഐ ജി ഇക്വേഷൻസാണ് നിങ്ങൾ ഓരോന്നിലും പഠിക്കേണ്ടത്. ഓരോ ഷേപ്പ് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും, അത് പഠിക്കുക.